ഹൈ മക്കൾസ്, പബ്ലിക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഓൾറെഡി ക്രിസ്മസ് പോർഷൻ, അതായത് ക്രിസ്മസ് ആഫ്റ്റർ ക്രിസ്മസിനാണുള്ളതാണ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുക. പക്ഷേ എന്നാലും ഒരു ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഓണം എക്സാമിനുണ്ടായതും ക്രിസ്മസ് എക്സാമിനുണ്ടായ പോർഷൻസ് എന്നൊക്കെ ചോദ്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ എക്കണോമിസ്റ്റുകളില്ലേ മക്കളെ, സമ്പദ് ശാസ്ത്രജ്ഞർ, അവരെന്ത് ചെയ്യാൻ നോക്കി നോക്കുക. അവരുടെ തിയറീസ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതല്ലേ. അപ്പോൾ ഓരോ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ് ആരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പിതാവ് വാപ്പ എന്നായിട്ട് ആലോചിച്ചാൽ മതി. ഏത് ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വാപ്പ, അതാരാന്ന് ആലോചിച്ചാൽ ആരാണ് വാപ്പ, ആരാണ്? അതാണ് നമ്മുടെ ആഡം സ്മിത്ത് എന്നുള്ളത് പഠിച്ചു വെക്കണം. അപ്പോൾ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മൊബൈലിൽ കാണുകയാണെങ്കിൽ മൊബൈലിൽ ജസ്റ്റ് വാട്സപ്പിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കുക, അത് മാത്രം എടുത്ത് നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ആൽഫ്രഡ് മാർഷൽ എന്താ വെച്ചാൽ ഫോർമുലേറ്റഡ് എക്കണോമിക്സ് ആസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് വെൽഫെയർ എന്നുള്ളതാണ് സംഭവം. നമ്മുടെ അതായത് ക്ഷേമവുമായിട്ട് ബന്ധപ്പെടുത്തിയതാണ് ഏത്, നമ്മുടെ ആൽഫ്രഡ് മാർഷൽ. അടുത്ത ലയണൽ റോബിൻസ് ഇതേപോലെ തന്നെ പറയുന്നതാണ് റിലേഷൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ വാൻസ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സുകൾ, അതായത് മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായി സാമ്പത്തിക ശാസ്ത്രത്തെ ലയണൽ റോബിൻസ് പറഞ്ഞു. അതേപോലെ തന്നെ അടുത്ത വ്യക്തിയാണ് തിയറി ഓഫ് റെന്റ്, അതായത് പാട്ട സിദ്ധാന്തം. അതാരുടെയാണ്? ഡേവിഡ് റിക്കാർഡോ. ഇനി അതേപോലെ തന്നെ വരുന്നതാണ് പാട്ട സിദ്ധാന്തം. അടുത്ത് കാൾ മാക്സിനാണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, അതായത് മിച്ചമൂല്യ സിദ്ധാന്തം. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വാദിച്ച വ്യക്തിയാണ് കാൾ മാക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനി നമുക്ക് നോക്കിയാൽ ജെയിം കെയ്ൻസും പറയുന്നുണ്ട് ഗവൺമെന്റിന്റെ ഇടപെടലുകളെ പറ്റിയിട്ട്, സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകളെ പറ്റിയിട്ട്. ഇനി അതേപോലെ തന്നെ ജെയിം ഷുംപീറ്റർ, അദ്ദേഹം പറയുന്നത് എന്താണ്? ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, അതായത് സൃഷ്ടിപരമായ നശീകരണം. എന്തിന്റെ വരവോടുകൂടി വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളൊക്കെ വന്നപ്പോൾ നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങൾ വളർച്ചയും സൃഷ്ടിക്കുന്നു, ഇതിന്റെ പരമായിട്ട് പറഞ്ഞാണ്. അതേപോലെ തന്നെ ചാണക്യ അല്ലെങ്കിൽ എഫിഷ്യന്റ് ടാക്സ് സിസ്റ്റം. ചാണക്യാണ് എഫിഷ്യന്റ് ടാക്സ് സിസ്റ്റം, അതായത് കൃത്യമായിട്ടുള്ള എന്ത് വേണം, ഒരു ടാക്സ് സിസ്റ്റം, നികുതി സമ്പ്രദായം. അതേപോലെ തന്നെ ദാദാഭായ് നവറോജിന്റെ ദ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിന്റെ ഹിന്ദ് സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കൾ നോക്കി വെക്കുക. അപ്പൊ ഇത് നന്നായിട്ട്. പിന്നെ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് നമ്മുടെ എന്താ പറയാ, നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തി അമർത്യ കുമാർ സെന്നിന്റെ ആശയങ്ങളും കൂടി പഠിച്ചാൽ സെറ്റായി. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇത്ര സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ പറ്റിയിട്ട് പഠിച്ചു നോക്കുക. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞ എക്കണോമിസ്റ്റുകളും പിന്നെ നമ്മുടെ വേൾഡിലെ എക്കണോമിസ്റ്റുകളും പഠിച്ചാൽ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ആയി. സെറ്റ് അല്ലേ മക്കളെ? ഹാപ്പി അല്ലേ? താങ്ക്